നമ്മൾ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൊല്യൂഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വച്ചേക്കുന്ന ഇക്വേഷനാണ് നമുക്കിവിടെ ആദ്യമായിട്ട് ആവശ്യമുള്ളത്. സോ ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി ഈ ഇക്വേഷനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു എക്സ് ടി എന്നുള്ളൊരു ഫോമിലോട്ടും നമുക്കിത് എഴുതാൻ പറ്റും. പക്ഷെ കറക്റ്റ് ഒരു സൊല്യൂഷൻ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇതാണെങ്കിലും തൊട്ട് മുതലുള്ള ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് ഡിറൈവ് ചെയ്തെടുത്തതെങ്കിലും നമുക്ക് ഇതിനെ വൈ ഈസ് ഈക്വൽ ടു എക്സ് ടി എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡെറിവേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ടി. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ 1ഉം സൊല്യൂഷൻ പോലെ എഴുതിയത് 2ആയിട്ടും എടുത്തു. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് എഴുതിയത് ഇക്വേഷൻ. അപ്പോൾ ആ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ പാർഷ്യലി അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് എക്സിൻ്റെയും ടിയുടെയും ടേമിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡോ വൈ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് ഡാഷ് ടി ആണ് കിട്ടുന്നത്. കാരണം ഡോ വൈ ബൈ ഡോ എക്സ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ എക്സിന് മാത്രമേ എന്ത് ചെയ്യാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് ടിയിൽ ചെയ്യുന്ന സമയത്ത് ഡോ വൈ ബൈ ഡോ ടി ചെയ്യുന്ന സമയത്ത് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കും. ടിയിലാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് വീണ്ടും ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ആ ഒരു ഡോ സ്ക്വയർ വരണ്ടേ. അപ്പോൾ വീണ്ടും ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ തന്നെയാണ്. സോ ആ സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വാല്യൂയും ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടീനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത രീതിയിലുമാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ എക്സ് ഡബിൾ ഡാഷ് ടിയും എക്സ് ടി ഡബിൾ ഡാഷുമാണ് കിട്ടുന്നത്. ഇനി ഇപ്പോൾ കിട്ടിയ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറും ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയത് നമ്മൾ ഇക്വേഷൻ 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിക്കൊള്ളണം എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ഒരു ഷോർട്ട് ഫോമിൽ എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വന്നത്. ഡോ സ്ക്വയർ വൈ ബൈ ആദ്യം ഡോ ടി സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പം ഡോ ടി സ്ക്വയറിൻ്റെ വാല്യൂ എക്സ് ടി ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ അതുപോലെ എഴുതി. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ഡോട്ട് ടി എന്നുള്ള ഫോമിലാണ് കിട്ടിയത്. ഇനി നമ്മൾ മറ്റേ വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഒരേപോലെയുള്ള എക്സിൻ്റെ ടേമെല്ലാം ഒരു സൈഡ് വൈയുടെ ടേമെല്ലാം ഒരു സൈഡാക്കി. അതുപോലെ ഈ ഒരു പ്രോബ്ലത്തിൽ എക്സിൻ്റെ ടേം ഒരു സൈഡും ടിയുടെ ടേം ഒരു സൈഡിലും ആക്കാം. അതിൽ കോൺസ്റ്റൻറ്റ് വരുന്ന ഏതിൻ്റെ കൂടെ ആയാലും കുഴപ്പമില്ല. ഞാനപ്പോൾ ഇതിൽ ടിയുടെ കൂടെയാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഇടുന്നത്. സോ ഞാൻ ടി ഡബിൾ ഡാഷ് അതുപോലെ തന്നെ ഈക്വൽ ടു സൈൻ അപ്പുറമുള്ള ടി ഡാഷും ഞാൻ ഒരേ സൈഡിലോട്ട് കൊണ്ടുവന്നു. കോൺസ്റ്റൻറ്റും ഒരേ സൈഡിലോട്ട്. അപ്പുറത്ത് എ സ്ക്വയർ ആയിരിക്കുമ്പം ഈക്വൽ ടു സൈൻ ഇപ്പുറത്താകുമ്പോൾ 1 എ സ്ക്വയർ എന്ന് വരും. ഓൾറെഡി എക്സ് ഡാഷ് ഉണ്ട്. എക്സ് ഡാഷ് അല്ല, എക്സ് ആണേ. ആ എക്സും നമ്മൾ എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൽ ചെയ്ത് വെച്ചിട്ടുള്ള എക്സ് ഡബിൾ ഡാഷ് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? എക്സ് ഡബിൾ ഡാഷ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ എക്സ് ഡബിൾ ഡാഷ് ഉണ്ട്. നേരത്തെ ഒന്നിടാൻ വിട്ടുപോയതാണ്. അപ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഡിവൈഡഡ് ബൈ ആ എക്സ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കെ ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1 എ സ്ക്വയർ ടി ഡബിൾ ഡാഷ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കെ ആണ്. അതുപോലെ തന്നെ 1 എ സ്ക്വയർ ടി ഡബിൾ ഡാഷ് ടി എന്ന് പറയുന്നത് കെ ആണ്. ഇതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചൊന്ന് സോൾവ് ചെയ്ത് സെറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ? ഇത് രണ്ടും 2 ഇക്വേഷൻ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. 2 രീതിയിൽ വേണം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ എക്സ് ഡബിൾ ഡാഷ് ഞാൻ കണ്ടുപിടിക്കുകയാണ്. എക്സ് ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ കെ ഇൻറ്റു എക്സ് എന്നാണ് മാറുന്നത്. കെ ഇൻറ്റു എക്സ്. ഇനി എക്സ് ഡബിൾ ഡാഷ് മൈനസ് കെ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ ആയി. എക്സ് ഡബിൾ ഡാഷിന് പകരം ഞാൻ ഡി എന്ന് പറയുന്നൊരു ടേം കൊടുക്കുകയാണ്. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ആയതുകൊണ്ട് ഡി സ്ക്വയർ മൈനസ് കെ ഇൻറ്റു എക്സ്
ഈസ് ഈക്വൽ ടു 0. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ ടി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കെ ഇൻറ്റു ടി ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടും. ടി ഡബിൾ ഡാഷ് മൈനസ് കെ എ സ്ക്വയർ ടി ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഇതിൽ ടി ഡബിൾ ഡാഷിനാണ് ഞാൻ ഡി സ്ക്വയർ കൊടുക്കുന്നത്. മൈനസ് കെ എ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോം കിട്ടും. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഡി സ്ക്വയർ മൈനസ് കെ മാത്രം ഞാനൊരു ബ്രാക്കറ്റിലാക്കി സെറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അത് ബാക്കി ഡെറിവേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കെ എ സ്ക്വയർ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 0. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തത്. ഇനി ഞാൻ ഇതിനൊരു ഓക്സിലറി ഇക്വേഷൻ ആക്കണം. സോ ഓക്സിലറി ഇക്വേഷൻ ആക്കുക എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഞാൻ എമ്മിൻ്റെ വാല്യൂ ഡി സ്ക്വയറിന് പകരം ഞാൻ എമ്മിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ഓക്സിലറിയിൽ ആക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടിയ 3ഉം 4ഉം സൊല്യൂഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കെയുടെ വാല്യൂസിനെ ബേസ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ കെ പോസിറ്റീവ് ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും, കെ നെഗറ്റീവ് ആണെങ്കിൽ അതിന് വേറൊരു സൊല്യൂഷൻ, കെ 0 ആണെങ്കിൽ അതിന് വേറൊരു സൊല്യൂഷൻ. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം ഈ കിട്ടുന്ന എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിത് കിട്ടിയ മൂന്നാമത്തെ ഇക്വേഷനും ഇത് നാലാമത്തെ ഇക്വേഷനുമായിട്ടാണ് എടുത്തത്. അപ്പോൾ 3ഉം 4ഉം ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ സൊല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഓരോ കേസും സെപ്പറേറ്റ് ആയിരിക്കണം. അപ്പോൾ ആ സൊല്യൂഷന് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ജനറൽ ഇക്വേഷൻസ് പറഞ്ഞുതരാം. നമുക്ക് ഇതിലങ്ങോട്ട് പോകുമ്പോൾ ഓക്സിലറി ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എം എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ യൂസ് വരും. അപ്പോൾ ആ എം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടുത്തെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 e⁻⁴ പ്ലസ് C2 e⁻m2x ആണ്. ഇത് പഠിച്ച് തന്നെ വച്ചേക്കാം. പഠിച്ച് വെച്ചാൽ മാത്രമേ ബാക്കി അങ്ങോട്ട് പോകുമ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ എമ്മിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ വാല്യൂസിൽ ഇനിയും വ്യത്യാസമുണ്ട്. എമ്മിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ C1 പ്ലസ് C3x ഇൻറ്റു e⁻mx എന്നുള്ളൊരു ടേം ആയിട്ടാണ് വരുന്നത്. ഈ എമ്മിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇമാജിനറി ആണ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഇമാജിനറി എന്ന് വെച്ചാൽ ഇപ്പം ആൽഫ പ്ലസ് ഐ ബീറ്റയോ ഐയുടെ ടേമോട് കൂടി വരുന്ന സമയത്ത് പൊതുവേ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നുള്ള ടേമിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻⁴x ഇൻറ്റു C1 കോസ് ബീറ്റ പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. ഓക്കെ, അപ്പോൾ C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് എന്നുള്ള ടേമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3 ജനറൽ ഫോമുലയും പഠിച്ചിരിക്കണം. സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 3 and 4 ഡിപ്പെൻഡ് ഓൺ വാല്യൂ ഓഫ് കെ. അത് ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. കെയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും നമുക്ക് വരുന്ന സൊല്യൂഷൻസ്. ആ 3 and 4 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസ് എടുക്കുവാണ്. കേസ് 1 എന്ന് പറയുന്നത് കെ ഈസ് പോസിറ്റീവ്. കെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കെ ഈസ് ഈക്വൽ ടു p² എന്നാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഞാൻ രണ്ട് ഇക്വേഷനായിട്ട് 3ഉം 4ഉം സെപ്പറേറ്റ് ഇക്വേഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ചെയ്ത് നിർത്തിയത് എവിടെയായിരുന്നു? d² മൈനസ് കെ ഇൻറ്റു എക്സ് എന്നുള്ളൊരു ഫോമിലാണ് ചെയ്ത് നിർത്തിയത് ഇല്ലേ? ഫസ്റ്റ് മൂന്നാമത്തെ ഇക്വേഷൻ d² മൈനസ് കെ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഇത് തേർഡ് ഇക്വേഷൻ. ഫോർത്ത് ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്ത് നിർത്തിയത്? d² മൈനസ് കെ എ സ്ക്വയർ ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 0. ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞു കെ p² ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇക്വേഷനാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം കെക്ക് p² വാല്യൂ കൊടുത്താൽ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0, d² മൈനസ് p² ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടത് d² ആണ്. പക്ഷേ ഇതിൽ ഇപ്പോഴും ഓക്സിലറി ഇക്വേഷൻ ആയിട്ടില്ല. ഓക്സിലറി ഇക്വേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? d² സ്ഥാനത്ത് ഞാൻ m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ m² മൈനസ് p² ഇസ് ഈക്വൽ ടു 0. m² കണ്ടുപിടിക്കണമെങ്കിൽ m² ഇട്ടാലേ ഓക്സിലറി ഇക്വേഷൻ ആവത്തുള്ളൂ. m² കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ p² എന്ന് വരും. അപ്പോൾ m കണ്ടുപിടിക്കാൻ
പ്ലസ് ഓർ മൈനസ് പി എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് വരുന്നത്? എം എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് പി എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ് വരുന്നത്? എമ്മിൻ്റെ വാല്യൂ പ്ലസും മൈനസും വരുന്നുണ്ട്. സോ ഡിഫറൻഷ്യലാണ് വരുന്നത്. അപ്പോൾ ഡിഫറൻഷ്യലായിട്ടുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ വേണം നമുക്ക് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഡിഫറൻഷ്യലി വരുമ്പോൾ ഉള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇക്വേഷൻ 3 ബേസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെ വരും? ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഡിഫറൻഷ്യൽ വരുമ്പം C1 e റൈസ് ടു m1x പ്ലസ് C2 e റൈസ് ടു m2x എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനായി. ഇനി ഞാൻ 4ാമത്തെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ 4ാമത്തെ ഇക്വേഷനിലും എന്ത് തന്നെയാണ്, എങ്ങനെയാണ് വരുന്നത്? ഞാൻ ആദ്യമേ ഡി സ്ക്വയറിൻ്റെ വാല്യൂ മാറ്റി എന്ത് ഇട്ടു? എം സ്ക്വയർ എന്ന് ഇട്ടു. അപ്പോൾ എം സ്ക്വയർ മൈനസ് കെയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് വാല്യൂ ചേർക്കണമെന്നാണ് പറഞ്ഞത്? പി സ്ക്വയർ ആണ്. അപ്പോൾ പി സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു സൈനപ്പുറം പോകുമ്പോഴത്തേക്കും എങ്ങനെ വരും? 0 ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എം സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് പി സ്ക്വയർ എ സ്ക്വയർ എം കണ്ടുപിടിക്കുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലസ് ഓർ മൈനസ് പി എ എന്നാണ് വരുന്നത്. ഡിഫറൻഷ്യലാണ് വരുന്നത്. സോ 4ാമത്തെ ഇക്വേഷൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതും ഡിഫറൻഷ്യലാണ്. അപ്പോൾ എങ്ങനെ വരും? കോൺസ്റ്റൻറ്റ് C1 C2 എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് C1 C2 എടുക്കാൻ പറ്റത്തില്ല. ഞാൻ C3 ആണ് എടുത്തത്. C3 e റൈസ് ടു ഇവിടെ വരുന്നത് പിയും എയും ആണ്. ഓക്കെ, PAT പ്ലസ് C4 e റൈസ് ടു PAT. ഇത് അതുപോലെ പഠിച്ചു വെച്ചേക്കാം. ഇതും സൊല്യൂഷൻ ആയിട്ടില്ല. വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ y ഓഫ് എക്സ് ടി ഫോമിൽ എഴുതിയാലേ അതിൻ്റെ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. y ഓഫ് എക്സ് ടി ഫോം എന്ന് പറയുമ്പം 3ഉം 4ഉം കൂടെ ഒരുമിച്ച് എഴുതാം. C1 e റൈസ് ടു m1x പ്ലസ് C2 e റൈസ് ടു m2x. അടുത്തത് എങ്ങനെയാണ് വരുന്നത്? C3 e റൈസ് ടു PAT പ്ലസ് C4 e റൈസ് ടു PAT. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ. ഫസ്റ്റ് കേസിലേക്ക് കിട്ടിയ ഫസ്റ്റ് സൊല്യൂഷൻ, വേവ് ഇക്വേഷൻ്റെ ഫസ്റ്റ് സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ ഇട്ടേക്കുക, കാരണം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് പഠിച്ച് തീരുമ്പം നമ്മൾ ഈ ഇക്വേഷൻ വീണ്ടും പറയും. അപ്പോൾ ഞാൻ റോമൻ ലെറ്റർ 1 എന്നുകൊണ്ടാണ് ഇത് എഴുതിയേക്കുന്നത്. ഇനി അടുത്ത് ഞാൻ കേസ് 2 ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് പോസിറ്റീവാണ്. അപ്പോൾ ഇനി അടുത്ത കേസ് എന്തായിരിക്കും ഊഹിക്കാമല്ലോ? എന്താണ്? കേസ് 2 എന്ന് പറയുന്ന കെയുടെ വാല്യൂ നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ K = -p² എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ 2 ഇക്വേഷൻ എടുക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആ ഇക്വേഷൻ വരുന്നത്? d² - k ഇൻറ്റു x = 0യും d² - ka² ഇൻറ്റു t = 0. ഇതിൽ ഡിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? ഓക്സിലറി ഇക്വേഷൻ ആകാൻ വേണ്ടിയിട്ട് m² ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം m² -p² ഇൻറ്റു x = 0. അതുപോലെ തന്നെ m² -p² ഇൻറ്റു a² ഇൻറ്റു t = 0. ഇതിങ്ങനെ വരും, മൈനസും മൈനസും പ്ലസ് ആയിട്ടാണ് വരുന്നത്. = 0. ഇതിൽ നിന്ന് m² കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ -p². സോ എം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? √ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് വരുന്നത്? പ്ലസ് ഓർ മൈനസ് IP എന്ന് വരും. കാരണം മൈനസിന് റൂട്ട് എടുക്കുമ്പം അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു ഐയുടെ ഫംഗ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പം എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് IP കിട്ടും. ഇനി നമുക്ക് 4th ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യാം. m² കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെയും എങ്ങനെ തന്നെയാണ് വരുന്നത്? p² a² ആണ് വരുന്നത്. ഇവിടെയും പോസിറ്റീവ് വരും. ഇടയിൽ മൈനസും മൈനസും പ്ലസ് പോസിറ്റീവ് വരും. അങ്ങനെ m പ്ലസ് ഓർ മൈനസ് p² a² എന്നുള്ള ഫോമിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഐയുടെ ഫോമിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഐയുടെ ഫോമിൽ വരികയാണെങ്കിൽ ഏത് സൊല്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐയുടെ ഫോമിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ 3ാമത്തെ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ആദ്യം എഴുതുന്നത്. ഇക്വേഷൻ 3യുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ C4 വരെ തൊട്ട് മുകളിൽ എഴുതി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ എന്താ എടുക്കണം? CF e റൈസ് ടു എങ്ങനെയാണ് വരുന്നത്? ആൽഫ x ആണ്. e റൈസ് ടു ആൽഫ x ഇൻറ്റു C5 cos px പ്ലസ് C6 sin px.
ഇനി ആൽഫ e⁻⁴ ആണ് ഇവിടെ കിടക്കുന്നത്. അല്ല, ആൽഫ എന്ന് പറയുന്ന ഒരു ടേമില്ല, കാരണം നമ്മൾ MIP എന്നുള്ള ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ ആൽഫ ഇവിടെ എത്രയാണ്? 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് I β എന്ന് പറയുന്ന ടേമാണ് ഇമാജിനറി. ഇതിൽ ആൽഫയുടെ പോർഷൻ ഇല്ലല്ലോ, വെറും IP മാത്രമല്ലേ ഉള്ളൂ. സോ എന്താണ്? ആൽഫ 0. അപ്പോൾ ആൽഫ 0 ആകുമ്പോൾ എങ്ങനെ വരും? e⁻⁴ എന്നാണ് വരുന്നത്. e⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ e⁻⁴ നമുക്ക് പോവും, സോൾവ് ചെയ്ത് പോവും. അപ്പോൾ C5 cos px പ്ലസ് CX sin x എന്നുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നാലാമത്തെ ഇക്വേഷനിൽ കിട്ടുന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C6 വരെ എടുത്തു, അടുത്ത് C7 ആണ് വരേണ്ടത്. C7 cos P ഇവിടെ വരും, ഇവിടെ PAT എന്ന് പറയുന്നൊരു ടേം വരും. C8 sin PAT എന്നാണ്. അപ്പോൾ e⁻⁴ എങ്ങനെ ക്യാൻസലായി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, 0 ആണ്. ബാക്കി അതിൽ e⁻⁴x മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൽഫ 0 ആകുമ്പോൾ എല്ലാം 0 ആയി പോകും. e⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ ടേം ആയില്ല. രണ്ടാമത്തെ കേസിലും നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ y(x)യുടെ ടേമിൽ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ C5 cos px പ്ലസ് C6 sin px ഇൻറ്റു C7 cos PAT പ്ലസ് C8 sin PAT. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കേസിൻ്റെ സൊല്യൂഷൻ. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ കേസിലോട്ട് പോകാം. ലാസ്റ്റ് കേസാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പം കേസ് 3. കേസ് 3ൽ k = 0 ആണ് വരുന്നത്. അപ്പോൾ k = 0 വരുമ്പം ഇക്വേഷൻ എങ്ങനെ കിട്ടും നോക്കാം. ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? d² - k ഇൻറ്റു x = 0. അതിൽ m² - 0 ഇൻറ്റു x = 0. m² എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആയിട്ട് വരും, അല്ലെങ്കിൽ m എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് വരും. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് d² - ka² ഇൻറ്റു t = 0. m² - 0 ആണ് വരുന്നത്. ഇവിടെ എന്ത് വരും? m എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് വരും. അപ്പോൾ 0 വരുന്ന കേസസിൽ അത് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ള 0 കേസസിലുള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ C8 വരെ എടുത്തു. അപ്പോൾ C9 കോൺസ്റ്റൻ്റ് ആണ് ഇനി എടുക്കുന്നത്. C9 പ്ലസ് C10 x എന്നുള്ള ഒരു കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും ഫോർത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് C11 പ്ലസ് C12t എന്നുള്ള ഒരു ഫംഗ്ഷനുമാണ് കിട്ടുന്നത്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ മൂന്നാമത്തെ കേസിനുള്ള സൊല്യൂഷനുമായി എങ്ങനെ എഴുതും? ഒരുമിച്ച് C9 പ്ലസ് C10 ഇൻറ്റു എക്സ് ഇൻറ്റു C11 പ്ലസ് C12 ഇൻറ്റു ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് 3 സൊല്യൂഷനും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കിട്ടിയ സൊല്യൂഷൻസ് ഒക്കെ മാക്സിമം മാർക്ക് ചെയ്തിടുക, കാരണം 3 സൊല്യൂഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിൽ രണ്ടാമത്തെ സൊല്യൂഷനും മൂന്നാമത്തെ സൊല്യൂഷനും മാർക്ക് ചെയ്തില്ലായിരുന്നു. നിങ്ങൾ റോമൻ നമ്പർ 2 and 3 ഒക്കെ ഇട്ട് പോയാൽ മതി. റോമൻ നമ്പർ 1 നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് നമ്മളെ കോംപ്ലിമെൻ്ററി ഇക്വേഷൻ. ഇനി വേണമെങ്കിൽ 3 മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഇൻ വേവ് ഇക്വേഷൻ എന്ന്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ ചെയ്തേക്കുന്ന 3 സൊല്യൂഷൻസ് എഴുതിയാൽ മതി. ഇനി ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിനി അങ്ങോട്ട് പോകുമ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് y(x, t) = C1 cos px പ്ലസ് C2 sin px ഇൻറ്റു C3 cos PAT പ്ലസ് C4 sin PAT. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലവും ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.